എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫാമിൽ പുതിയ കാടക്കുഞ്ഞുങ്ങളെ ഇറക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സ്ഥല സൗകര്യത്തിന്റെ കുറവ് കാരണം പഴയ കാടക്കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കാടകളെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ തട്ടുള്ള രീതിയിലേക്ക് കാടയെ മാറ്റിയിരിക്കുകയാണ്. എല്ലാ ദിവസത്തെ പോലെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ കാടക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളം കൊടുത്തിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ കൂട്ടിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന കൂട് 160 സെന്റിമീറ്റർ നീളവും 70 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു കൂടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഓരോ കൂട്ടിലും നമ്മൾ 80 കുഞ്ഞുങ്ങളെ വീതമാണ് ആക്കിയിരിക്കുന്നത്. 4 തട്ടിന്റെ കൂടാണുള്ളത്. 4 തട്ടിന്റെ കൂടായതുകൊണ്ട് തന്നെ ഒരു കൂട്ടിൽ 80 കാട വീതം നമുക്ക് 320 കാടകളാണ് ഇപ്പോൾ കൂട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാടക്കൂടിന്റെ താഴെ ഭാഗത്ത് നെറ്റാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ പലകയാകുമ്പോൾ മുകളിൽ നിന്ന് വരുന്ന ചൂടിന്റെ അളവ് നമുക്ക് പരമാവധി കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. താഴെ നെറ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ വേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ കാഷ്ടം നേരെ താഴത്തേക്ക് പോകും. നമ്മൾ അതിന്റെ താഴെ ഭാഗത്ത് കാടത്ത് കൊണ്ടുവന്ന തീറ്റയുടെ ചാക്ക് തന്നെ വെട്ടി അല്ലെങ്കിൽ പാകത്തിന് കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. സൈഡിൽ ഇതുപോലെ വെള്ളത്തിന്റെ പാത്രം സെറ്റ് ചെയ്ത് കൊടുക്കണം. തീറ്റിന്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ സൈഡിലായിട്ട് വെള്ളത്തിന്റെ പാത്രം ഇതുപോലെ PVC പൈപ്പ് കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. രണ്ട് ഭാഗത്ത് ഇതിന് അടപ്പിട്ടിട്ടാണ് നമ്മൾ വെള്ളം നിറയ്ക്കേണ്ടത്. അപ്പം കൂട്ടിൽ ഫുൾ ടൈം വെള്ളം ഉണ്ടായിരിക്കണം. ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ അങ്ങേ സൈഡിലും വെള്ളത്തിന്റെ അളവ് ഉണ്ടായിരിക്കണം. ഒരു സൈഡിൽ മാത്രമാണെങ്കിൽ 80 കാടക്കുഞ്ഞുങ്ങളൊക്കെ വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം തീർന്നു പോകും. അതുകൊണ്ട് രണ്ട് ഭാഗത്തും നമ്മൾ ഒരേപോലെ വെള്ളം സെറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ഇവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ ഒരു പുറത്തേക്ക് തട്ടി കളയാനുള്ള സാധ്യത കൂടുതലാണ്. ഇല്ല, അങ്ങനെയുള്ള പ്രവണത നമ്മൾ പലപ്പോഴും കാണും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തീറ്റയുടെ മുകളിൽ ഇതുപോലെ പച്ച നെറ്റ് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വെച്ചിരിക്കുന്നത്. ചൂട് കുറയ്ക്കാൻ വേണ്ടി മുകളിൽ ഓലയും വിരിച്ചിട്ടുണ്ട്. നേരെ മുകളിലായിട്ട് ഷീറ്റിന്റെ താഴെയായിട്ട് ഓല ഇതുപോലെ കൊണ്ടുവന്നിട്ട് മുറിച്ചിങ്ങനെ ഇതുപോലെ അട്ടി അയച്ച് വെച്ചിരിക്കുകയാണ്. അതാകുമ്പോൾ മുകളിൽ നിന്ന് വരുന്ന ചൂട്